നമസ്കാരം. മലയാളികൾ വളരെ പ്രബുദ്ധരാണ്, വളരെ നല്ലവരാണ്, മനുഷ്യത്വമുള്ളവരാണ് എന്നൊക്കെ പറയുമ്പോഴും ലോകത്തെ ഏറ്റവും ക്രൂരന്മാർ മലയാളികളാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. മര്യാദയ്ക്ക് വീട്ടിലിരുന്ന ഒരു ചെറുക്കൻ്റെ വീട്ടിനകത്ത് കയറി അവൻ്റെ കാൽ വെട്ടിയെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് താണ്ഡവമാടിയ ഗുണ്ടകളുടെ നാട്. ആൾക്കൂട്ട കൊലകളിൽ നിരവധി പേരെ കൊലപ്പെടുത്തി അട്ടഹസിച്ച് അത് മൊബൈൽ ഫോണിൽ പകർത്തി ചിത്രീകരിച്ച് അത് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച നാട്. കൊച്ചു പെൺകുട്ടികളെപ്പോലും 5ഉം 6ഉം വയസ്സായ കുട്ടികളെപ്പോലും ബലാത്സംഗം ചെയ്യുന്നതിൽ, പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരുടെ നാട്. വൃദ്ധകളെപ്പോലും വെറുതെ വിടാത്ത കാമഭ്രാന്തന്മാരുടെ നാട്. അതാണ് നമ്മുടെ കേരളം. ഇത് ലോകത്തൊരിക്കലും ഇത്തരത്തിലുള്ള ആൾക്കാരൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ വ്യാപകമായി വരികയാണ്. ഓരോ വാർത്തകൾ വരുമ്പോഴും അത് 1, 2 അല്ലെങ്കിൽ മണിക്കൂറുകളുടെയോ ആയുസ് മാത്രമാണുള്ളത്. അത് കഴിയുമ്പോൾ ആ വാർത്ത ഇല്ലാതാകും. പിന്നീട് ഇതുപോലെയുള്ള മറ്റൊരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പഴയ സംഭവം വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, ചങ്ക് പൊടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കണ്ടു. കൊല്ലം ആശ്രമ മൈതാനത്ത് ഒരു ഉത്സവം നടക്കുകയാണ്. അവിടെ ഗാനമേള നടക്കുന്നു. സ്റ്റേജിൽ അവിടെ ഒരു വയോധികൻ, വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഭിക്ഷക്കാരനെന്ന് തോന്നിക്കുന്ന ഒരു വയോധികൻ വന്ന് ഡാൻസ് കളിക്കുന്നു. ഈ ഡാൻസ് ചെയ്യുന്നതിൽ അവിടെ ഗാനമേള കണ്ടുകൊണ്ടിരുന്ന ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അയാൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ ഇതിനിടയിൽ നിന്ന് ഒരാൾ വരികയും അയാൾ യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു കസേരയെടുത്ത് ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആ വൃദ്ധൻ്റെ മുഖത്തടിക്കുകയും ചെയ്യുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, നമുക്കൊരാളുടെ മുഖത്ത് ചെറുതായിട്ടൊന്ന് അടിക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ തോന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒരു ചെറിയ അടിയോ മറ്റോ കൊടുത്തു എന്നല്ലാതെ ഒരു കസേരയൊക്കെ എടുത്ത് ഒരു മനുഷ്യനെ അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അത് മനുഷ്യത്വമുള്ളവർക്ക്. മനുഷ്യത്വമില്ലാത്തവരുടെ കാര്യം എനിക്കറിയില്ല. കാരണം 51 വെട്ടുകളൊക്കെ കൊണ്ട് വെട്ടിക്കൊന്നവരുടെ നാടാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു വാദത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം, ഈ ഒരു ദൃശ്യം വളരെ ഭീകരമായിരുന്നു. ആ മനുഷ്യൻ അടികൊണ്ട്, മുഖം പൊത്തിക്കൊണ്ട് ആ മനുഷ്യൻ മാറിപ്പോവുകയാണ്. ഇയാൾ ഒരു പ്രകോപനവുമില്ലാതെയാണ് ചെന്ന് മർദ്ദിക്കുന്നത്. ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാഴ്ച കണ്ടുകൊണ്ടു നിന്ന ഒരാൾ പോലും അയാളെ ചോദ്യം ചെയ്യാനോ അയാളോട് കാര്യം ചോദിക്കാനോ വന്നില്ല. അവിടെ ഡ്യൂട്ടിക്ക് പോലീസുകാരുണ്ടായിരുന്നല്ലോ. അവരെന്തുകൊണ്ടാണ് ആ പ്രശ്നത്തിൽ ഇടപെടാത്തത്? ആകെ ഒന്ന് പ്രതികരിച്ചത് പാടിക്കൊണ്ടു നിന്ന ആ ഗായകൻ മാത്രമാണ്. ദിവസങ്ങൾ 2-3 കഴിഞ്ഞു. ഇതുവരെ അയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല. അയാൾ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലാണ് ആദ്യം ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചത്. ഇവിടുത്തെ വലിയ ദൃശ്യമാധ്യമങ്ങളൊക്കെ അതൊന്നും പുറം ലോകത്തെ കാണിച്ചിരുന്നില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ച് സമൂഹ മാധ്യമങ്ങൾ, ഈ യൂട്യൂബർമാരൊക്കെ, ചില യൂട്യൂബർമാരും ബ്ലോഗർമാരും ഒക്കെ ഈ മനുഷ്യനെ കണ്ടുപിടിച്ച് അയാളുടെ ഒരു ഭാഗം സംപ്രേഷണം ചെയ്തതിന് അവർ ഈ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതിന് ശേഷമാണ് ഇവിടുത്തെ വലിയ ദൃശ്യമാധ്യമ ഹിജടകൾ, സിംഹങ്ങൾ ഉണർന്നത്. ഉടനെ അയാളെ കണ്ടുപിടിച്ച്. കാരണം അവർക്കറിയാം ഇത് കുറച്ച് റേറ്റിംഗ് കിട്ടുന്ന ഒരു സംഭവമാണ്. അതുവരെ അവർ മിണ്ടിയില്ല. എന്തായാലും മാതൃഭൂമി അടക്കമുള്ള ചാനലുകളിലൊക്കെ ഈ വാർത്ത വന്നിരുന്നു. അതുപോലെ ഇവിടെ പോലീസുകാരുണ്ട്. പോലീസുകാർക്ക് വേണമെങ്കിൽ ഈ സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇയാൾക്കെതിരെ കേസെടുക്കാമായിരുന്നു. അയാളെ കണ്ടുപിടിക്കാനോ കേസെടുക്കാനോ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. സർക്കാരിനെയും പിണറായി വിജയനെയും പാർട്ടി നേതാക്കളെയും ഒക്കെ വിമർശിച്ചതിൻ്റെ പേരിൽ പലരെയും വേട്ടയാടി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഒരു പോലീസ് സംവിധാനമാണ് നമ്മുടേത്. അവർ ഈ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. കാരണം അടി കൊണ്ടത് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു സാധുവായ ഒരു മനുഷ്യനാണ്. ബാലചന്ദ്രൻ നായർ എന്നാണ് അയാളുടെ പേരെന്നാണ് അറിയുന്നത്. അയാൾ തിരുവനന്തപുരം സ്വദേശിയാണെന്ന് അറിയുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊല്ലത്ത് ഈ ആക്രിയൊക്കെ പറക്കി വിറ്റ് ഉപജീവനം നടത്തുകയും കടത്തിണ്ടയിലും റോഡ് സൈഡിലുമൊക്കെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു സാധുവായ ഒരു മനുഷ്യനാണ് അയാളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഒരു നേരത്തെ ആഹാരം നേരാൻ വണ്ണം കഴിച്ചിട്ടുണ്ടാവില്ല മനുഷ്യൻ. നല്ലൊരു ആഹാരം കഴിച്ചിട്ടുണ്ടാവില്ല. നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല. ആ മനുഷ്യനെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചിട്ട് മനുഷ്യത്വമുള്ള ഒരു പോലീസുകാരൻ പോലും ഇവിടെ ഇല്ലാതെ പോയല്ലോ. ഇത്ര 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. എന്തുകൊണ്ട് ഇവനെ തൂക്കിയെടുത്ത് അകത്തിട്ടില്ല? അതുപോലെ അവിടെ കണ്ടുകൊണ്ട് നിന്ന കുറേ വാഴപ്പിണ്ടി നട്ടലിൻ്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന കുറേ പുരുഷസിംഹങ്ങളുണ്ടല്ലോ. സ്ത്രീകളെ വിടാം, കാരണം സ്ത്രീകൾ അബലയാണല്ലോ. അപ്പോൾ ഈ പുരുഷന്മാർ പോലും ഈ രാഷ്ട്രീയ നേതാക്കളെ എതിർക്കുമ്പോഴോ അവരെ വിമർശിക്കുമ്പോഴോ ഒക്കെ കുരച്ചുകൊണ്ട് ചാടുന്ന ഈ പുരുഷന്മാരൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അവരൊക്കെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടാത്തത്? സത്യം പറഞ്ഞാൽ ഞാനെങ്ങാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ഒന്നും ചോദിക്കില്ല. ഇവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിക്കില്ല. ആ കസേര തിരികെ പിടിക്കുക വാങ്ങിച്ച് ആ കസേര കൊണ്ട് ഇവരെ തല തല്ലി പൊളിച്ചേനെ. കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഒരു സാധു മനുഷ്യനെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. അതെന്തിൻ്റെ പേരിലായാലും കഴിയില്ല.
നമുക്ക് നഷ്ടപ്പെടും, പല കാര്യങ്ങളും നഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ നമ്മളോടൊപ്പം നിൽക്കുന്നവനെ, അയാളോടൊപ്പം നിൽക്കുന്നവനെ അയാൾ എന്തോ ചെയ്തോട്ടെ, അയാൾക്ക് അതിന് സ്വാധീനമുണ്ട്, അയാൾക്ക് ബന്ധുജനങ്ങൾ കാണും, അയാൾക്ക് സാമ്പത്തികമുണ്ടാവും. പക്ഷേ ഈ സാധു മനുഷ്യനെ ഉപദ്രവിച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ട് ഈ സാധുക്കളെ ഉപദ്രവിക്കുന്ന ഒരു കാര്യങ്ങൾക്കും നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നതല്ല. എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളും ദൈവം തരണമെന്നില്ല, കുടുംബം തരണമെന്നില്ല, സാമ്പത്തികം തരണമെന്നില്ല, ആരോഗ്യമുള്ള ശരീരം തരണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ഉള്ളവരെന്താണ് ചെയ്യേണ്ടത്? ഇതൊന്നും ഇല്ലാത്തവരോട് കരുണ കാണിക്കണം, ആ ഒരു സന്മനസ്സെങ്കിലും കാണിക്കണം. പക്ഷേ ഇത് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അറസ്റ്റ് ചെയ്താൽ പോലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറേ തെറിവിളി കിട്ടും. പിന്നെ ഒരു 1-2 ദിവസം ജയിലിൽ കഴിയും. അത് കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി വരും. പക്ഷേ അടി കൊണ്ടതിൻ്റെ വേദന അവനെ അനുഭവിപ്പിക്കുന്നതാണ് അവന് കിട്ടാവുന്ന ശിക്ഷ. അത് ഈ പറയുന്ന പോലീസുകാരെങ്കിലും തയ്യാറാകുമോ എന്ന് എനിക്ക് അറിയില്ല. ഇനി റിമാൻഡ് ചെയ്ത് ജയിലിലെത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള സഹോദരന്മാരെങ്കിലും ഇവനെ ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് കൈകാര്യം ചെയ്യണം വേണ്ട വിധത്തിൽ. അല്ലെങ്കിൽ ഈ പറയുന്ന ഇവൻ്റെ നാട്ടുകാരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവനെ അറിയാവുന്ന ആരെങ്കിലോ ഇവന് ആ ഒരു വേദന മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഈ സാധുക്കളെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, നേരം വണ്ണം ആഹാരം പോലും കഴിക്കാനില്ലാതെ, നല്ലൊരു ഉടുവസ്ത്രം ധരിക്കാനില്ലാതെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന ഇത്തരക്കാരെ ഉപദ്രവിക്കുന്നവരെ ഒരിക്കലും നമുക്ക് വെറുതെ വിടാൻ കഴിയില്ല. എന്ത് ക്രൂരകൃത്യം ചെയ്യുന്നവനെയും സംരക്ഷിക്കുന്ന ഒരു നിയമമുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഇവൻ 2-3 ദിവസം ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങി വരും. അവന് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടികൊണ്ട് പല്ലിളകിയ ആ മനുഷ്യൻ്റെ മാനസിക വേദന ഒന്ന് ഊഹിച്ചു നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ ഒരാൾ അപമാനിച്ചാൽ പോലും, നമ്മളെ ഒരു അടി അടിച്ചാൽ പോലും നമുക്ക് എന്തുമാത്രം വേദനയുണ്ടാകും. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത്തരക്കാരെ കൈകാര്യം ചെയ്യേണ്ടത് സമൂഹമാണ്. ഇവിടെ നിയമത്തിന് പരിധികളുണ്ട്. ഇത്തരക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു നിയമമാണുള്ളത്. ഇവനെയൊക്കെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയാലും അവന് മട്ടനും ചിക്കനും മീനും ഒക്കെ കൊടുത്ത് അവനെയൊക്കെ തടിച്ച് കൊഴിപ്പിച്ച് പുറത്തിറക്കി വിടുന്ന ഒരു നിയമ സംവിധാനമാണ് നമ്മുടേത്. അതുകൊണ്ട് ഇത്തരക്കാർക്കെതിരെ പ്രതികരിക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടാൽ ദയവായി നമ്മൾ അതിൽ പ്രതികരിക്കാതിരിക്കരുത്. പ്രതികരിക്കേണ്ടത് ഒരു പൗരൻ്റെ കടമയാണ്. അതുകൊണ്ട് പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.